നമസ്കാരം. നമ്മളുടെ കേരളത്തിലും ഭാരതത്തിലെയും കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗം നമ്മൾക്ക് നിർത്തേണ്ടത് എല്ലാ അച്ഛനമ്മമാർക്കും ഗവൺമെൻറ്റിനും സമൂഹത്തിനും ആവശ്യം തന്നെയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട നിരപരാധിയായ കുട്ടികൾക്ക് അറിയുന്നില്ല അവർ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൻ്റെ അപകടം എന്താണെന്നുള്ളത്. ഈ മയക്കുമരുന്നിൻ്റെ അപകടം നമ്മുടെ കുട്ടികളുടെ ശരീരത്തിന് മാത്രമല്ല അപകടം, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇതിൻ്റെ ഒരു അപകടമുണ്ട്. വിദേശ രാജ്യങ്ങളുടെ മിസൈൽ, AK-47, മിഷ്യൻ ഗണ്ണ് ഇതുപോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഭാഗങ്ങളിൽ ഭാരതത്തിലെ കുട്ടികൾക്കും സാധാരണക്കാർക്കും മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് ഈ യുദ്ധം. അത് നമുക്ക് തിരിച്ചറിയണം. അപ്പോൾ ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കോ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആൾക്കോ ഒന്നും ഇതിനെക്കുറിച്ച് ധാരണയില്ല. ഈ രാജ്യത്തിനെതിരെയാണ് ഇവർ ഈ യുദ്ധം ചെയ്യുന്നത് സൈലൻ്റായിട്ട്. കുട്ടികൾക്കറിയുന്നില്ല. ഈ കുട്ടികൾ മാത്രമല്ല ഇതിൻ്റെ പ്രശ്നക്കാർ, അവരുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതിനെ ഈ ലെവലിലാക്കി എടുക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിന് നമ്മൾക്ക് മാതാപിതാക്കൾക്കും ഗവൺമെൻറ്റിനും എങ്ങനെ നമ്മൾക്ക് ഈ മയക്കുമരുന്നിന് ഈ രാജ്യത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റും എന്നാണ് വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. എളുപ്പ വഴിയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യകളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ സിമ്പിളാണ് ഇതൊക്കെ. ഗവൺമെൻറ്റിനും രക്ഷിതാക്കൾക്കും ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയ കാര്യം. സ്കൂൾ കുട്ടികൾക്ക് ഈ മയക്കുമരുന്ന് കിട്ടുന്നത് ഈ സ്കൂൾ പരിസരങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഏതൊരു സ്കൂളിൻ്റെയും 2 കിലോമീറ്റർ ചുറ്റളവിൽ CCTV ക്യാമറ വെക്കണം. AI ആണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ നോർമലാണെങ്കിലും കുഴപ്പമില്ല. ഈ CCTV ക്യാമറയിൽ എല്ലാ രക്ഷിതാക്കൾക്കും മൊബൈലിൽ ലിങ്ക് കൊടുക്കുക. മൊബൈലിൽ ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കോഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ലൈവായിട്ട് കാണാൻ പറ്റും. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടോ, അവൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല, ലവ് ജിഹാദിൽ പെടുന്നുണ്ടോ പെടുന്നില്ല, എല്ലാം നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ സ്കൂൾ മേഴ്സുമാർക്കും ടീച്ചർമാർക്കും ഈ CCTV ക്യാമറൻ്റെ മൊബൈലിലേക്ക് ലിങ്ക് അയച്ചു കൊടുക്കണം. പോലീസ് സ്റ്റേഷനിലും കൊടുക്കണം, വിദ്യാഭ്യാസ വകുപ്പിനും കൊടുക്കണം, നമ്മുടെ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കും അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും എല്ലാവർക്കും ഈ ലിങ്ക് കൊടുക്കണം. ലൈവായിട്ട് കാണണം എല്ലാ സ്കൂളിലും നടക്കുന്നത് എന്തെല്ലാം, ഏത് മയക്കുമരുന്ന് എന്താണെന്ന് എല്ലാം. എൻ്റെ അറിവിൽ തന്നെ 15ഓളം മയക്കുമരുന്നുകളുണ്ട്. ഈ നമ്മുടെ ബ്രാൻഡിയും ബിയറും വിസ്കി അല്ലാത്തതാണ് ഈ പൊടി രൂപത്തിലും ഈ സ്മെല്ലിൻ്റെ രൂപത്തിലും കൊക്കൈൻ പോലെയുള്ളതും ഈ ബ്രൗൺ ഷുഗർ പോലെയുള്ളതും മെഴുകുതിരി കത്തിക്കലും ഈ പിന്നെ പശ മണപ്പിച്ചിട്ടുള്ള അങ്ങനെ പലതരമുണ്ട്. അപ്പോൾ ഇത് രാജ്യത്തിനെതിരെയുള്ളൊരു യുദ്ധമാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇത് പഠിച്ചു. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ നമ്മളിൽ നിന്ന് TV ചർച്ചയിലൊന്നും വിളിക്കില്ല. അവർക്കൊക്കെ വളരെ പുച്ഛമാണ് സാധാരണക്കാരനെ വിളിക്കുക, അഭിപ്രായം ചോദിക്കുക. അവിടെ കുറച്ച് ഈ TV-യിൽ കുറേ ഉണ്ടല്ലോ ഐറ്റങ്ങൾ, ഒന്നിനും പറ്റില്ല. അവർ വെറുതെ പടായി അടിച്ചുകൊണ്ടിരിക്കും. കുറേ ഒരു 7 മണിയായി കഴിഞ്ഞാൽ തുടങ്ങും. അപ്പോൾ ഇവർ കിടന്ന് മോങ്ങുണ്ട്. ഈ കുട്ടികളെ രക്ഷപ്പെടുത്തേണ്ട ഒരു കാര്യം ഇവർ പറയുന്നില്ല. അപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ അതേപോലെ സ്കൂളിന് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു 4 കാര്യം ഞാൻ പറയാം. സ്കൂളിൽ പോകുന്ന കുട്ടീനെ ഗേറ്റിൽ വെച്ചിട്ട് അവൻ്റെ ബാഗും അവൻ്റെ ശരീരവും സെക്യൂരിറ്റി പരിശോധന നടത്തണം. അതേപോലെ അവൻ വെളിയിൽ വരുമ്പോഴും എന്തൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതും പരിശോധിക്കണം. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അവൻ്റെ മൊബൈലിൽ ഏത് ആപ്പാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഉപയോഗം, ഇപ്പം ഏത് സോഫ്റ്റ്വെയറാണ്, അതൊക്കെ ഒന്ന് അച്ഛനും അമ്മയും ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഒന്ന് നോക്കുന്നത് നല്ലത് തന്നെയാണ്.
ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഈ സെക്യൂരിറ്റി പാസും സെക്യൂരിറ്റി ഓക്കെ എന്നുണ്ടെങ്കിൽ മാത്രം സ്കൂളിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സുരക്ഷയാണ്. അവൻ്റെ കൂടെ നടക്കുന്ന ഒരു കുട്ടിയായിരിക്കും ചിലപ്പോൾ കഞ്ചാവ് കൊണ്ടുവരുന്നത്, മയക്കുമരുന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്കും കൂടി ഇപ്പം കൊടുത്തിട്ട് ആ കൂടെയുള്ള കുട്ടികളെയും കൂടി കേടി വരുത്തും. അതിനാണ് സെക്യൂരിറ്റിൻ്റെ മുന്നിൽ ഹാജരായതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് കടത്തി വിടുക. സെക്യൂരിറ്റി പാസ് ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലേക്ക്, അതേപോലെ വെളിയിലേക്ക്. ഇത് മറ്റ് വിദേശ രാജ്യങ്ങളിലായാലും നമ്മുടെ കേരളത്തിലായാലും ഇൻഡസ്ട്രിയൽ ഏരിയയിലായാലും എല്ലാവിടെയും എത്ര വലിയ ഗോഡൗണുകളോ ഏത് ഫാക്ടറികളായാലും അതിൻ്റെ ഫ്രണ്ടിൽ ചെയ്യുന്ന ഈ സംഭവമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മുതലാളി തന്നെ കാറ് ഉള്ളിലേക്ക് പോകുമ്പോൾ ആ വാഹനം പരിശോധിക്കും. വാഹനത്തിൻ്റെ ഉള്ളും അതേമാതിരി പൊതുവെ പരിശോധിക്കും. ആ വണ്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മുതലാളി അറിയാണ്ട് വല്ല ബോംബ് അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെങ്കിൽ ആ ഫാക്ടറി മുഴുവൻ പൊട്ടിച്ചാമ്പലായി പോകും. അതുകൊണ്ടാണ് അതേപോലെ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഈ മുതലാളിനെ എതിർപ്പുള്ള ആരെങ്കിലും മുതലാളിയുടെ വണ്ടിയിൽ തന്നെ മുതലാളി അറിയാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഈ കാറിലിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, അത് മുതലാളി അറിയില്ല. അതിനാണ് സെക്യൂരിറ്റി പരിശോധന നിർബന്ധമായിട്ട് ചെയ്യുന്നത്. അത് ഏത് ഉന്നതനായാലും ഉന്നതൻ്റെ മകനായാലും ഇത് അത്യാവശ്യം തന്നെയാണ്. സെക്യൂരിറ്റിയാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും 100% പെർഫെക്റ്റായ അടിസ്ഥാനം. സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂൾ യൂണിഫോം അല്ലാത്തത് ഒന്നും ധരിച്ചിട്ട് സ്കൂളിൽ കയറാൻ പാടില്ല. അത് ഒന്ന് പറയാനുള്ള, ഈ തല മുഴുവൻ മൂടിയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരിക്കലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർന്ന പരിപാടിയല്ല. ഇപ്പോൾ ഈ ക്യാമറൻ്റെ മുന്നിൽ ഏതാ കുട്ടി ഏതാ അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് നമ്മൾക്ക് പോലീസിനോ രക്ഷിതാക്കൾക്കോ അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തല മുഴുവൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. പൊതുവെ പൊതുസ്ഥലങ്ങളിലും രാജ്യത്തിലെ ഏത് പൊതു ഇടങ്ങളിലും തല മൂടുന്നത് അപകടം തന്നെയാണ്. തല ഒരാളുടെ ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റി അറിഞ്ഞാൽ മാത്രമോ ഇത് ആണാണോ പെണ്ണാണോ. അപ്പോൾ പോലീസിന് പോലും ക്യാമറയിൽ ഐഡൻറ്റിറ്റി ചെയ്യണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തല ഓപ്പൺ ചെയ്തേ പറ്റൂ. മുഖം മുഴുവൻ കാണുന്നതാണ് ഏറ്റവും സുരക്ഷ. അപ്പോൾ അതൊന്ന്. പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പായാലും കേന്ദ്രത്തിലെ ആയാലും എനിക്ക് വേറെ 2 നിർദ്ദേശങ്ങളും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നല്ല കുട്ടികളെ വാർത്തെടുക്കണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല 100% പെർഫെക്റ്റ് കായികക്ഷമത അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് 1ാം നമ്പർ ഒരു സ്കൂളിന് ലൈസൻസ് കൊടുക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ആ സ്കൂളിന് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെ വേണം. സ്റ്റേഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് തന്നെ വേണം. രണ്ടാമത്തത് 1 ഏക്കർ വിസ്തീർണമുള്ള നീന്തൽ കുളം വേണം. ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് കൂടെ തന്നെ ഈ കായികക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ ശരീരത്തിന് 100% ഊർജ്ജതനായ നല്ല ഒരു ചെറുപ്പക്കാരനായിട്ട് മാറാൻ പറ്റുള്ളൂ. ഒരു ഭാരതീയ പൗരനായിട്ട് നല്ല ഉള്ള ആളാകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 100% പെർഫെക്റ്റായ ഒരു മനുഷ്യനാകാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് കുറേ എഴുതി പഠിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ പുസ്തകത്തിലുള്ള പഠിപ്പ് വന്നിട്ട് 25% മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. 75% കായികക്ഷമതയും അവൻ്റേതായ ജനറൽ നോളേജും മാത്രമാണ് അവൻ്റെ സുരക്ഷയും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ഏതൊരു കുട്ടിയും 10ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടിക്ക് ഈ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് കൂടെ നീന്തൽ അറിഞ്ഞാൽ മാത്രമേ അവനിക്ക് 10ാം ക്ലാസ് ജയിക്കാനുള്ള ക്വാളിറ്റി ഉള്ളൂ എന്നുള്ളത് സർട്ടിഫിക്കറ്റിൽ തന്നെ നമ്മൾ കാണണം. ആ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ. ഇത് 100% പെർഫെക്റ്റ് പറഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ ഈ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നീന്താൻ അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ 10ാം ക്ലാസ് ജയിപ്പിച്ചു വിടാൻ പറ്റുള്ളൂ. ഇത് കേരളത്തിൽ 6 മാസം മഴയും 6 മാസം വെയിലും ഈ വെള്ളപ്പൊക്കം കൊണ്ട് ഒരുപാട് കുട്ടികൾ വെള്ളത്തിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. ഇതിനൊന്നും വിദ്യാഭ്യാസമൊക്കെ കൂടുതലുണ്ടെങ്കിൽ നീന്താൻ അറിയാണ്ട് മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി പോലും വെള്ളത്തിൽപ്പെട്ട് മരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വളരെ ചെറിയൊരു ആഗ്രഹമാണിത്. എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നീന്തൽ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ
സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഡ്രൈവിങ്ങും റോഡിലെ നിയമങ്ങളും എന്താണെന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ കൊടുക്കണം. ഈ ഹിന്ദി ഇംഗ്ലീഷും പഠിപ്പിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ കൂടെ ഡ്രൈവിംഗ് എന്താണ്, യന്ത്രം എന്താണ്, അതിൻ്റെ ഗിയർ, ക്ലച്ച്, ആക്സിലറേറ്ററൊക്കെ എന്താണ്, ഒരു വാഹനം മുന്നിൽ പോകുന്നു, ബാക്കിൽ പോകുന്നു, അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് എത്ര ഗ്യാപ്പ്, അങ്ങനെ എല്ലാം നമ്മൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പിന്നെ എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ തന്നെ ഒരു സമാധാനം കിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ്. അതേപോലെ ലോകരാജ്യങ്ങൾക്ക് തന്നെ നമ്മുടെ കേരളവും ഭാരതവും പല കാര്യങ്ങൾക്കും മാതൃകയാണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കി 100% പെർഫെക്റ്റുള്ള ഭാരതത്തിലെ പെർഫെക്റ്റായ കുട്ടികളായാലും എല്ലാവരെയും നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ഇത് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ മന്ത്രിക്കും അവരിനെ ഉപദേശിക്കാൻ കുറേ 10-15 പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചിട്ട്. യുവന്മാർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് ഒരു ധാരണയില്ല. അതേ ഇപ്പോൾ ഏകദേശ കണക്കിൽ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ കുറേ ടീവിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മോങ്ങുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇതൊക്കെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ക്യാമറ സംവിധാനവും ഈ കുട്ടികൾക്ക് നീന്തൽ പരിശീലനവും ഇതൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ മതി പഠിപ്പിച്ചു കൊടുക്കാൻ. ഇത് കഴിയാണ്ട് പോവുകയാണ്. അതേപോലെ തന്നെയാണ് ഈ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇതൊക്കെ ഭയങ്കരമായ കായികക്ഷമതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ കായികക്ഷമത കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കും, നല്ല ചിന്തയുണ്ടാകും, നല്ല സൗഹൃദം ഉണ്ടാകും, നല്ല പെർഫെക്റ്റായിരിക്കും. അല്ലാണ്ട് 100 കോടിയും 150 കോടിയും മുടക്കി സ്കൂൾ കലോത്സവങ്ങൾ നടക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റിനൊക്കെ ഒരു കടല പൊതിയുന്ന കടലാസിൻ്റെ നിലവാരമേ ഉള്ളൂ ഈ സർട്ടിഫിക്കറ്റിന്. കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഈ കലോത്സവത്തിലുള്ള സർട്ടിഫിക്കറ്റും കൊണ്ടുപോയാൽ ഏതെങ്കിലും ഗവൺമെൻറ് എവിടെയെങ്കിലും വല്ല ജോലി കിട്ടുമോ? വാളയാറിൻ്റെ അപ്പുറത്ത് പോയാൽ തന്നെ ഈ പേപ്പറിന് വിലയില്ല. ഈ കുട്ടി സ്കൂളിൽ പഠിച്ച് ഈ കലോത്സവത്തിൽ എല്ലാം പങ്കെടുത്താലും ഇവൻ്റെ ജീവിതത്തിൽ ഇതും കൊണ്ട് ഇവനിക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഈ സർട്ടിഫിക്കറ്റിന് എന്ത് വിലയുള്ളത്? ഈ ഗവൺമെൻറ് ഇത്രയും കോടികൾ മുടക്കിയിട്ട് അവിടെ ഭക്ഷണത്തിൻ്റെയൊക്കെ ചിലവുകൾ കോടികളാണ്. ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കുട്ടികൾക്ക് വേണ്ടതും ഈ സമൂഹത്തിന് വേണ്ട കാര്യമാണ് വിദ്യാഭ്യാസ സ്കൂളുകളിൽ കൊടുക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.